സ്വർണ്ണ വിപണിയിൽ ദിവസേന മുന്നേറ്റം തന്നെയാണ്. വ്യാപാര ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ സ്വർണ്ണത്തോടുള്ള ആവശ്യം വർദ്ധിപ്പിച്ചതോടെ വില 3 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഇന്ന് ആദ്യ വ്യാപാരത്തിൽ സ്വർണ്ണവില 0.8% ഉയർന്ന് ഔൺസിന് $4,688 സ്വർണ്ണവിലയിൽ കുതിപ്പിൽ ആശങ്കയോടെയാണ് ആഭരണ പ്രേമികൾ നോക്കുന്നത്. ജൂലൈയിൽ വില കുത്തനെ താഴേക്ക് പോയതോടെ ആശ്വാസത്തിലായിരുന്നു. ഇതോടെ വില 1 ലക്ഷത്തിന് താഴേക്കെന്ന പ്രതീക്ഷയിലെത്തിയിരുന്നു. ആ പ്രതീക്ഷകളെയെല്ലാം അട്ടിമറിച്ചൊരു കുതിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിൽ സ്വർണത്തിന് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടായത് വലിയ തരത്തിലുള്ള വർധനവാണ്. മറ്റൊന്നിനും ഇത്രയും വില കൂടിയിട്ടില്ല. ഒരു പവൻ സ്വർണത്തിന് 45,720 രൂപയാണ് ഒരു വർഷത്തിനിടെ കൂടിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വർധനവാണ് സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്നത്. പവൻ 1,20,000 കടന്നു കുതിക്കുകയാണ്. ഇനിയും സ്വർണ്ണവില കൂടി വരുമെന്നാണ് വിലയിരുത്തൽ. പഴയ സ്വർണം കൈവശമുള്ള പലരും വിറ്റു പണമാക്കുന്നതിലേക്കാണ് കടക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗ്രാം വിലയിൽ 5,715 രൂപയുടെ വർധനയാണ് സംഭവിച്ചത്. സ്വർണ്ണവില ഇത്രത്തോളം കൂടാനുള്ള പ്രധാന കാരണം ഇറക്കുമതി തീരുവയാണ്. 15% സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ. ഇതില്ലായിരുന്നുവെങ്കിൽ ഗ്രാമിന് 3,000 രൂപയും പവന് 24,000 രൂപയും കുറയും. സ്വർണത്തിന്റെ വില കൂടാനുള്ള മറ്റൊരു കാരണം രൂപയുടെ മൂല്യം ഇടിയുന്നതാണ്. ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഓരോ വർഷവും കുത്തനെ ഇടിയുകയാണ് രൂപ. ആഗോള വിപണിയിൽ കഴിഞ്ഞ വർഷം $3,371 ആയിരുന്ന സ്വർണ്ണവില ഇപ്പോൾ $4,637 ഏകദേശം 37% വർദ്ധിച്ചു. ആഗോള യുദ്ധങ്ങൾ, സാമ്പത്തിക അനിശ്ചിതത്വം എന്നിവ സ്വർണത്തെ സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റി. വെള്ളിയുടെ വിലയിലും സമാനമായ കുതിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു വർഷത്തിനിടെ ഗ്രാമിന് 120 രൂപയിൽ നിന്ന് 260 ഉയർന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.